ഡോക്ടർ ബിനുമോൻ ഒന്ന് ഇടപെട്ടുകൊണ്ട് ചോദിച്ചോട്ടെ, CBSE ചെയർമാന്റെ നേതൃത്വത്തിലുള്ള സംഘം യോഗം ചേർന്നുകൊണ്ടാണ് ഈ പുതിയ പ്രവാസ ലോകത്ത് നടപ്പാക്കുന്ന പരിഷ്കാരങ്ങളെക്കുറിച്ച് അവിടെ ചർച്ച നടന്നത്. പ്രവാസത്തെ അധ്യാപകർ ഇത്തരം ആശങ്കകളെല്ലാം ആ യോഗത്തിൽ ഉന്നയിച്ചിട്ടില്ലേ? എന്തൊക്കെ നിർദ്ദേശങ്ങളായിരുന്നു ആ യോഗത്തിൽ ഉയർന്നു വന്നതെന്ന്? പ്രധാനമായിട്ടും അന്ന് ഈ അതിന്റെ നമ്മൾ അന്നത്തെ മീറ്റിംഗിൽ പ്രധാനമായിട്ട് നമ്മുടെ CBSEയുടെ ഡയറക്ടർ അക്കാഡമിക് ഡോക്ടർ സാധന പരാശർ സംസാരിക്കുകയുണ്ടായി. അപ്പോ അവര് പറഞ്ഞത് പ്രത്യേകമായിട്ട് ഊന്നി പറഞ്ഞത്, ശരിക്കും അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ വളരെ എന്താ പറയാ, നമ്മൾ ഇന്നത്തെ കുട്ടികൾക്ക് യോജിച്ചത് തന്നെയാണ്. പക്ഷേ ഇത് ഇംപ്ലിമെന്റ് ചെയ്യേണ്ട, ഇത് ഇന്ന് ആരാണോ ഇത് കുട്ടികളിലേക്ക് എത്തിക്കേണ്ടത് അവരിലേക്ക് എത്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട റോൾ എന്ന് പറയുന്നത് ശരിക്കും ഹെഡ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് തന്നെയാണ്, പ്രിൻസിപ്പൽസ് തന്നെയാണ്. അപ്പോ അവരെ എത്തിക്കുമ്പോൾ സപ്പോർട്ടിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ CBSE ചെയ്തു തരണം. എന്റെ അഭിപ്രായത്തില് ഓരോ രാജ്യങ്ങളിലും ഇങ്ങനെയുള്ള ഒരു ഇംപ്ലിമെന്റേഷൻ ഗൾഫ് രാജ്യങ്ങളിൽ വരുത്തുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഇതൊരു സർക്കുലർ അയച്ചു കഴിഞ്ഞ് അതിന് എന്താ പറയാ ആപ്റ്റ് ആയിട്ടുള്ള ആൾക്കാരെ കുറിച്ച് സെലക്ട് ചെയ്ത് CBSEയിൽ ട്രെയിനിങ് കൊടുക്കുകയും ആ ട്രെയിനിങ് കിട്ടിയ ശേഷം ആൾക്കാർ ഭംഗിയോടുകൂടി ഇത് കുട്ടികളിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് കാണുന്ന ആ ഒരു ഗ്യാപ്പും പ്രോബ്ലംസും ഒക്കെ കുറെ സോൾവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അതാണ് ശരിക്കും വേണ്ടത്. അപ്പൊ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ടച്ച് CBSE ഉണ്ടാവുകയും അതിന് ഓരോ രാജ്യങ്ങളിൽ നിന്നും, അല്ലെങ്കിൽ ഇപ്പൊ കുവൈറ്റ് ആണെങ്കിൽ കുവൈറ്റിൽ നിന്ന് കുറച്ചുപേരെ സെലക്ട് ചെയ്യുകയും, അതിനുള്ള കുറച്ചുപേര് മതി, അധികം പേര് ആവണമെന്നില്ല. സൗദിയിൽ നിന്നാണെങ്കിൽ അവിടുന്ന് കുറച്ചുപേര്, അങ്ങനെ ഓരോരുത്തരെയും വിളിച്ച് അവർക്ക് പ്രത്യേക, അല്ലെങ്കിൽ അവർ ഇങ്ങോട്ട് വരികയോ അതിനുള്ള സാഹചര്യങ്ങളൊക്കെ ഒരുക്കിയിട്ട് വ്യക്തമായ രീതിയിൽ വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടി ഇതിനെ കണ്ട് അത് സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു ട്രെയിൻ ചെയ്ത് എടുത്ത് ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഒരു അവസരത്തിലേക്ക് വന്നാൽ നമ്മൾ ഈ പുതിയതായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്ന ഈ ഓപ്പൺ ടെക്സ്റ്റ് ബുക്സും അതുപോലെ അസസ്മെന്റ് ഓഫ് തിരിച്ചു വരാം ഡോക്ടർ ബിനുമോൻ. ഇപ്പോൾ ഇന്ത്യൻ ഷാർജ സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ KR രാധാകൃഷ്ണൻ നായർ ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ശ്രീ KR രാധാകൃഷ്ണൻ നായർ, താങ്കൾ എങ്ങനെ കാണുന്നു CBSEയുടെ ഈ പരിഷ്കരണം? ഒരുപക്ഷെ വലിയ പ്രതീക്ഷയോടെയാണ് CBSE ഇത്തരം പരിഷ്കരണങ്ങൾ നടപ്പാക്കുന്നത്. എല്ലാ രാജ്യത്തും നടപ്പിലാക്കുന്നു. പ്രവാസ ലോകത്തും നിരവധി വിദ്യാർത്ഥികളാണ് CBSEയിലൂടെ വിദ്യാഭ്യാസം നോക്കുന്നത്. പ്രവാസ ലോകത്ത് ഏത് തരത്തിലായിരിക്കും ഈ പരിഷ്കരണം ബാധിക്കുക? CBSE ആനുകാലികമായിട്ട് വരുത്തുന്ന പരിഷ്കാരങ്ങൾ നമ്മുടെ പരമ്പരാഗത വിദ്യാഭ്യാസത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരു സമീപനമാണ് കൈക്കൊണ്ടിട്ടുള്ളത്. ഇപ്പൊ എന്റെ സുഹൃത്ത് ബിനുമോൻ സംസാരിച്ചതുപോലെ 2009 കണ്ടിന്യൂസ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ഇതിനു മുമ്പ് പറഞ്ഞ 3 പേരും, പ്രത്യേകിച്ച് മാഡം പറഞ്ഞത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളോട് ഞാൻ പരിപൂർണമായിട്ട് യോജിക്കുന്നുണ്ട്. ഏത് പരിഷ്കാരങ്ങൾ വിദ്യാഭ്യാസ രംഗത്ത് കൊണ്ടുവന്നാലും അതിൽ ദി ഫസ്റ്റ് ആൻഡ് ദി ഫാസ്റ്റ് ടു ആക്ട് അത് അധ്യാപകർ തന്നെയാണ്. അധ്യാപകർക്ക് വേണ്ട പരിശീലന കളറികൾ ഇവിടെ കിട്ടുന്നില്ല എന്നുള്ളത് സത്യമാണ്. എങ്കിലും അതിന്റെ ഒരു അപര്യാപ്തത കൊണ്ട് വളർന്നു വരുന്ന തലമുറയ്ക്ക് കൊടുക്കാനുള്ളത് കൊടുക്കാൻ കഴിയുന്നില്ല എന്ന് പറയുന്നത് തികച്ചും അനീതിയാണ് അവരോട് കാണിക്കുന്നത്. നമ്മൾ ഭാരതീയ പൗരന്മാരെ അല്ലെങ്കിൽ സ്കൂളുകളിൽ നിന്നും പഠിച്ചെടുക്കുന്നത് നമ്മൾ ഗ്ലോബൽ സിറ്റിസൺസ്, അതായത് ഇന്റർനാഷണൽ സിറ്റിസൺസിനെയാണ് നമുക്ക് ആവശ്യമുള്ളത്. ലോകത്തിന്റെ ഏത് ഭാഗത്ത് പോയും ജീവിതം പഠിക്കുവാനും ജീവിതം അനുഭവിക്കാനും പ്രാപ്തിയുള്ള കുട്ടികളെ തയ്യാറാക്കി എടുക്കുക എന്നുള്ള ലക്ഷ്യബോധത്തോടുകൂടി തന്നെയാണ് പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ ഈ പ്രദേശങ്ങളിൽ, ഗൾഫ് രാജ്യങ്ങളിൽ അനുഭവിച്ചു വരുന്ന ഒരു ബുദ്ധിമുട്ട് പരിഹരിക്കുന്നതിനുണ്ട് CBSE അടുത്ത സമയത്ത് ഒരു എംപാനൽഡ് ടീം മെമ്പേഴ്സിനെ കണ്ടെത്തിയിട്ടുണ്ട്. ഒരു സ്കൂളിലെ മുഴുവൻ അധ്യാപകരെയും ഈ ടീമിന്റെ നേതൃത്വത്തിൽ പരിശീലിപ്പിച്ചെടുക്കുക എന്ന് പറയുന്നത് അസാധ്യമാണ്. അതുകൊണ്ട് ചെയ്യാവുന്നത് സീനിയർ കാറ്റഗറിയിൽപ്പെട്ട അധ്യാപകർക്ക് CBSEയുടെ നേതൃത്വത്തിലോ അല്ലെങ്കിൽ എംപാനൽഡ് ഏജൻസിയിലോ ട്രെയിനിങ് കൊടുത്തിട്ട് അവര് സഹപ്രവർത്തകരെ ട്രെയിൻ ചെയ്തെടുക്കുക, അല്ലാതെ ഇതിന് പ്രശ്ന പരിഹാരമില്ല. അടുത്ത സമയത്ത് ദുബായിൽ നടന്ന സമ്മേളനം എന്ന് പറയുന്നത് UAEയിലുള്ള ഏതാണ്ട് 110 ചിലവാനം അധ്യാപകരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഇപ്പൊ ചൂണ്ടിക്കാണിച്ച വിഷയങ്ങളിലുള്ള ആശങ്കകളൊക്കെ സംസാരിക്കുകയുണ്ടായി. CBSE ചെയർമാനും അതോടൊപ്പം തന്നെ അക്കാഡമിക് ഡയറക്ടറും മറ്റ് റിസോഴ്സ് പേഴ്സൺസ് 2 പേരും കൂടി അധ്യാപകരുടെ ആശങ്കകൾ ദൂരീകരിക്കുന്നുള്ള സമഗ്രമായ ഒരു ശ്രമമാണ് നടത്തിയത്. അതിന്റെ ഫലം ഉണ്ടായിരുന്നു എന്നുള്ളതും സത്യമാണ്. തിരിച്ചുവരാം ഡോക്ടർ രാധാകൃഷ്ണൻ നായർ. ഡോക്ടർ സനൽകുമാറിലേക്ക്. ഡോക്ടർ സനൽകുമാർ, ഒരുപക്ഷെ പ്രവാസത്തുള്ള വിദ്യാർത്ഥികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആശങ്ക എന്ന് പറയുന്നത് അവിടെ അധ്യാപക ദിനങ്ങൾ കുറവാണ്. അതുമാത്രമല്ല ഒട്ടനവധി മറ്റ് പല പ്രശ്നങ്ങളുമുണ്ട്. ഇങ്ങനെ അധ്യാപക ദിനങ്ങൾ കുറവാണ് എന്നുള്ള പ്രശ്നം, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഏത് രീതിയിലായിരിക്കും ഈ പുതിയ പരിഷ്കരണം വന്നാൽ അത് ബാധിക്കുക? ഏത് രീതിയിലായിരിക്കും അത്തരം പ്രശ്നങ്ങളെ മറികടക്കാൻ ഇനി? ഗൾഫ് നാടുകളിലെ കുട്ടികളെ സംബന്ധിച്ച് അധ്യാപക ദിനങ്ങൾ കുറവാണ്. അത് ഒരു നാട്ടിലുള്ള കുട്ടികളെക്കാട്ടിൽ വളരെയധികം പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന ഒരു വിഭാഗം കുട്ടികളാണ് ഗൾഫ് നാടുകളിലുള്ളത്. പ്രധാനപ്പെട്ട കാര്യം, നാട്ടിൽ കുട്ടികൾക്ക് ഒരുപാട് സാഹചര്യങ്ങൾ, പഠന സാഹചര്യങ്ങൾ ലഭിക്കുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക് ആകെ ലഭിക്കുന്നത് നമ്മുടെ ക്ലാസ് റൂമുകളാണ്. ഈ ക്ലാസ് റൂമുകൾ ഏറ്റവും മനോഹരമായൊരു പഠന
സാഹചര്യം തെളിയിക്കുന്നതായിട്ട് മാറ്റേണ്ടത് ഗൾഫ് നാടുകളെ സംബന്ധിച്ച് വളരെ വളരെ അത്യാവശ്യമാണ്. ഗൾഫ് നാടുകളിൽ അധ്യാപകന്റെ റോൾ എന്ന് പറയുന്നത് വളരെ വലുതാണ്. പ്രത്യേകിച്ച് ഇവിടുത്തെ തിരക്ക് പിടിച്ച രക്ഷകർത്താക്കളുടെ തിരക്ക് പിടിച്ച ജീവിതത്തിൽ ഈ കുട്ടിക്ക് എല്ലാ വിധത്തിലുള്ള പഠന സാഹചര്യങ്ങൾ ലഭിക്കുന്ന അവന്റെ സ്കൂളിൽ നിന്നാണ്, അവന്റെ ക്ലാസ് മുറികളിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ ക്ലാസ് മുറികൾ ഒരു കുട്ടിയുടെ മാനസിക ഉല്ലാസത്തിന്, അവന്റെ പരിപൂർണമായ വളർച്ചയ്ക്ക് ഉതകുന്ന രീതിയിലുള്ള ക്ലാസ് മുറികളുടെ അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കാൻ ഓരോ അധ്യാപകനും സാധിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ടത്. പ്രത്യേകിച്ച് അത് നമ്മുടെ കടമയാണ്. ഗൾഫ് നാടുകളിലെ കുട്ടികൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന നമ്മുടെ ഏറ്റവും വലിയൊരു കടമയാണത്. കാരണം ഇവർക്ക് മറ്റൊന്നും ലഭിക്കുന്നില്ല. അവർക്ക് ആകെ മുന്നിലുള്ളത് ഒരു കമ്പ്യൂട്ടറാണ്. ആ കമ്പ്യൂട്ടറിലൂടെയാണ് അവർക്ക് ഒരു പ്രോജക്റ്റ് ചെയ്യാൻ കൊടുക്കുന്നു, അവരത് ഡൗൺലോഡ് ചെയ്തെടുക്കുന്നു. അവന് സംശയങ്ങൾ, അതും കമ്പ്യൂട്ടർ. അവന്റെ മുന്നിൽ ആകെയുള്ളത് ജീവനില്ലാത്ത ഒരു യന്ത്രം മാത്രമാണ്. ആ യന്ത്രത്തിൽ നിന്ന് കിട്ടുന്ന നിർദ്ദേശങ്ങൾ മാത്രമാണ് അവൻ സ്വീകരിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മുടെ നാട്ടിലുള്ളതിനെക്കാട്ടിൽ അധ്യാപകന്റെ റോൾ എന്ന് പറയുന്നത് വളരെ വളരെ വലുതാണ്. നമ്മുടെ ക്ലാസ് റൂമുകളിൽ ഒരു കുട്ടിയെ സംബന്ധിച്ച് അവന് എല്ലാ വിധത്തിലുള്ള മുന്നോട്ട് പോകാനുള്ള ഒരു വഴിയൊരുക്കലായിരിക്കണം ക്ലാസ് മുറികൾ. ഒരു ഉദാഹരണം പറഞ്ഞാൽ ഫോർമേറ്റീവ് അസസ്മെന്റ് എന്ന് പറയുന്നത് ഒരു റിട്ടൺ ടെസ്റ്റ് അല്ല, എഴുത്തു പരീക്ഷയല്ല. അതായത് ഒരു കഥ പഠിപ്പിക്കുന്നു, അതിനെ ഒരു നാടകമാക്കാൻ പറയുന്നു കുട്ടികളോട്. ഒരു കുട്ടി അതിന്റെ സ്ക്രിപ്റ്റ് എഴുതുന്നു, കുറച്ച് കുട്ടികൾ അഭിനയിക്കുന്നു. വ്യക്തമാണ് ഡോക്ടർ സനൽകുമാർ. ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ഒരിക്കൽ കൂടി ശ്രീമതി സഫിയയിലേക്ക്. പ്രവാസ ലോകത്ത് അധ്യാപകർക്കിടയിൽ ഒരുപാട് ആശങ്കകളുണ്ട്. എങ്ങനെ ഈ പരിഷ്കരണം വിദ്യാർത്ഥികൾക്കിടയിൽ നടപ്പിലാക്കുമെന്ന്. ഒരുപക്ഷെ താങ്കളടക്കമുള്ള അധ്യാപകർക്കുള്ള പരിശീലന കളരിയുടെ തുടക്കം ആയിട്ടേ ഉള്ളൂ എന്നാണ് താങ്കൾ പറഞ്ഞത്. താങ്കൾക്ക് ആത്മവിശ്വാസമുണ്ടോ CBSE ഉദ്ദേശിച്ച തരത്തിലുള്ള ഒരു റിസൾട്ട് ഈ പരിഷ്കരണത്തിലൂടെ ഉണ്ടാക്കാൻ കഴിയുമെന്ന്? അല്ല, CBSEനെ സംബന്ധിച്ചോളം നല്ല പരിഷ്കരണങ്ങളിലാണ് വരുന്നത്. നമ്മൾ ഒരു സമഗ്ര വികസനമാണ് കുട്ടിയെ സംബന്ധിച്ചോളം നടപ്പിലാക്കുന്നത്. വെറും ഒരു മെമ്മറി ടെസ്റ്റ് ഇവാലുവേഷൻ അല്ല നമുക്ക് ചെയ്യേണ്ടത്. കുട്ടിയുടെ ഒരു ഹോളിസ്റ്റിക് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പം നിലവിൽ പുതിയൊരു പരിഷ്കരണം കൂടി വന്നിരിക്കുന്നു. വൊക്കേഷണൽ ട്രെയിനിങ് ഫോർ ചിൽഡ്രൻ വന്നിരിക്കുന്നു. 9th സ്റ്റാൻഡേർഡിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് 2 ലെവലിലായിട്ട് 9th and 10th, അത് കഴിഞ്ഞ് 11th and 12th കൂടി 4 സബ്ജക്ട്സ് ആണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. സെക്യൂരിറ്റി, റീറ്റെയിൽ, കമ്പ്യൂട്ടർ ആൻഡ് പിന്നെ ഒരു കോഴ്സും കൂടി അതിൻ്റെ ഭാഗമായിട്ടുണ്ട്. അപ്പോൾ ഈ സംവിധാനങ്ങളൊക്കെ കുട്ടികളെ സംബന്ധിച്ചോളം ഒരു പഠനം കഴിഞ്ഞ് വരുമ്പോഴേക്ക് തന്നെ ഒരു ജോലി കിട്ടുക എന്നുള്ള ഒരു രീതിയിലേക്ക് എത്തിപ്പെടുന്നു. അപ്പോൾ അതേ താങ്കൾ ചോദിച്ച ആ ചോദ്യത്തിന് സ്വാഭാവികമായിട്ടും ഈ ഫർദർ ട്രെയിനിങ്ങിലൂടെ നമുക്കിത് എത്തിപ്പെടാൻ പറ്റും എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. കുറച്ച് സമയമെടുക്കുകയെങ്കിൽ പോലും നമുക്ക് എത്തിപ്പെടാൻ പറ്റും എന്ന് തന്നെയാണ് നമ്മളുടെ പൂർണ്ണ വിശ്വാസമുള്ളത്. തിരിച്ചു വരാം ഡോക്ടർ ബിനുമോനിലേക്ക് ഒരിക്കൽ കൂടി. ഡോക്ടർ ബിനുമോൻ, നേരത്തെ ഞാൻ ഉന്നയിച്ച ആശങ്ക അതൊരിക്കൽ കൂടി തുടരുകയാണ്. പ്രവാസ ലോകത്ത് അധ്യാപക ദിനങ്ങൾ കുറവാണ്. അത് മാത്രമല്ല മതപരമായ കാര്യങ്ങളും അവരുടെ പഠനത്തിൻ്റെ കൂടെ ഉൾപ്പെടുത്തുന്നു. ഇത്തരം ആശങ്കകളൊക്കെ മറികടക്കാനുള്ള നിർദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു അന്നത്തെ യോഗത്തിൽ. അവിടുത്തെ അധ്യാപകർ ഇത്തരം കാര്യങ്ങളും ഉന്നയിച്ചിരുന്നു അന്നത്തെ യോഗത്തിൽ. എനിക്ക് അതിനോടുള്ള അഭിപ്രായം എന്താ വെച്ചാല്, നമ്മളിപ്പോ ഈ പഠനം എന്ന് പറയുന്ന സമ്പ്രദായം ഈ മണിക്കൂറുകളിൽ ഒതുങ്ങുന്ന ഒരു പ്രത്യേക ഒരു രീതിയല്ല. അതിനോട് എനിക്ക് യോജിപ്പില്ല. കാരണം സമയത്തിന്റെ മാറി നിന്നോട് ഇപ്പൊ CC എന്ന് പറയുന്ന സമ്പ്രദായം തന്നെ അതാണ്. അപ്പോ ഒരു ക്ലാസ് റൂമുകളിൽ ഇപ്പൊ ഒരു പ്രൊജക്ട് കൊടുക്കുക എന്ന് പറയുമ്പോൾ ഒരു കുട്ടികളുടെ എല്ലാം ചേർന്ന് ഓരോ കുട്ടികൾക്കും അവരുടേതായ തലത്തിൽ നിന്നുകൊണ്ട് ഉയരുവാനുള്ള ഒരു സാഹചര്യമാണ് ഈ പലതരത്തിലുള്ള ലേണിംഗ് സ്ട്രാറ്റജിയിൽ കൂടി ടൂൾസിൽ കൂടി CC വിവക്ഷിക്കുന്നത്. അപ്പോ കുട്ടികളെ ശരിക്കും പറഞ്ഞാൽ ഈ ക്ലാസ് റൂമുകളിൽ നിന്ന്, അതായത് കൺവെൻഷണൽ ആയിട്ടുള്ള സ്റ്റൈലിൽ നിന്ന് മാറ്റിയിട്ട് കുട്ടികൾക്ക് അവസരങ്ങൾ കൊടുത്തുകൊണ്ട് കുട്ടികളെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് വലിയ സമയം എന്ന് പറയുന്ന ഒരു വലിയ പ്രശ്നമായിട്ട് ഞാൻ കാണുന്നില്ല. കാരണം എന്താ വെച്ചാല് ഇപ്പൊ ഈ ഇൻട്രൊഡ്യൂസ് ചെയ്ത ASLന്റെ പ്രോഗ്രാമോ അല്ലെങ്കിൽ നമ്മളുടെ ഓപ്പൺ ടെക്സ്റ്റ് ബുക്കോ ഇതൊക്കെ ഇതിന്റെ ഭാഗമായി ഓടിക്കോളും. അപ്പൊ നമ്മൾ ഇതിനെ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ് പ്രധാനം. ശരിക്കും കുട്ടികളുടെ ഒരു പ്രയോജനപ്രദമായ രീതിയിലേക്ക്, അല്ലെ കുട്ടികളാണ് ബെനിഫിഷ്യറി എന്ന് നോക്കിക്കണ്ടുകൊണ്ട് എന്റെ ആത്മാർത്ഥമായ എന്റെ സഹകരണം അല്ലെങ്കിൽ എന്റെ ഉത്തരവാദിത്വ ബോധത്തോടുകൂടി എനിക്ക് കുട്ടികൾക്ക് ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യണം എന്ന ഒരു ചിന്താഗതിയിൽ കൂടി നമ്മൾ സമീപിച്ചു കഴിഞ്ഞാൽ എന്റെ കാഴ്ചപ്പാടനുസരിച്ച് അത് വലിയൊരു പ്രോബ്ലമാണ്, അല്ലെങ്കിൽ അതൊരു വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണെന്ന് തോന്നുന്നില്ല. മറിച്ച് അത് കുട്ടികളിലേക്ക് ഇപ്പൊ ഈ CBSE ഇംപ്ലിമെന്റ് ചെയ്ത എല്ലാ കാര്യങ്ങളും തന്നെ ഒന്നും ഒരു നെഗറ്റീവ് റെസ്പോൺസ് അല്ലെങ്കിൽ നെഗറ്റീവ് ഇഫക്റ്റ് ഉണ്ടാക്കുന്ന ഒരു കാര്യങ്ങളല്ല.
ഇതൊക്കെ തന്നെ കുട്ടികളിലെ സമഗ്രമായ വികസനത്തിന് ഊന്നുന്ന തരത്തിലുള്ള കുറെ കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിനെ സ്കൂളുകളിലുള്ള പ്രധാനപ്പെട്ട അധ്യാപകരും അതുപോലെ തന്നെ പ്രിൻസിപ്പൽസും വൈസ് പ്രിൻസിപ്പലും ഒക്കെ തന്നെ ഇതിനെ നല്ല രീതിയിൽ ഡോക്ടർ ബിനുമോൻ, അവിടെ നേരത്തെ സനൽകുമാർ ഉന്നയിച്ചത് ഒരു പ്രധാനപ്പെട്ട കാര്യമല്ലേ? ഇന്ത്യയിലെയും പ്രവാസ ലോകത്തെയും വിദ്യാർത്ഥികളുടെ ജീവിത ചുറ്റുപാടുകൾ വ്യത്യസ്തമാണ്. പ്രവാസ ലോകത്തുള്ളവർ ഫ്ളാറ്റുകളിൽ ഒതുങ്ങിക്കൂടുകയും ഞാൻ പറയട്ടെ, അപ്പൊ രണ്ട് ഇത്തരത്തിൽ നമ്മള് പ്രവാസ ലോകത്തെ വിദ്യാർത്ഥികളെയും നമ്മുടെ നാട്ടിലുള്ള വിദ്യാർത്ഥികളെയും പറ്റി കമ്പയർ ചെയ്യുകയാണെങ്കിൽ രണ്ട് കുട്ടികൾക്കും അവരുടേതായിട്ടുള്ള ഗുണങ്ങളും വീഴ്ചകളും ഉണ്ട്. പോസിറ്റീവ് നെഗറ്റീവ് രണ്ട് കൂട്ടിലും കാണാൻ പറ്റും. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പൊ നമ്മൾ +2 കഴിഞ്ഞ ഒരു കുട്ടി നമ്മുടെ ഇന്ത്യയിൽ നിന്ന് നമ്മുടെ കേരളത്തിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന ഒരു കുട്ടിയും ഗൾഫിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന കുട്ടിയും ഒരു ഇന്റർവ്യൂവിൽ ഗ്രൂപ്പ് ഡിസ്കഷന് പോകുമ്പോൾ ഇപ്പൊ കമ്മ്യൂണിക്കേഷൻ സ്കിൽ അസസ് ചെയ്യുന്ന സമയത്ത് നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഗൾഫിൽ നാടുകളിൽ നിന്ന് വരുന്ന കുട്ടികളായിരിക്കും അതിന് മുൻപന്തിയിൽ നിൽക്കുന്നത്. അപ്പോൾ രണ്ട് രീതിയിൽ പോസിറ്റീവും നെഗറ്റീവും ഉണ്ട്. അപ്പൊ ഡോക്ടർ സനൽകുമാർ പറഞ്ഞതുപോലെ ഇവിടെ ഒരു പ്രത്യേക അന്തരീക്ഷം ഉണ്ടാകും. അന്തരീക്ഷത്തെ മുന്നിൽ കണ്ടുകൊണ്ട് അല്ലെങ്കിൽ അന്തരീക്ഷം മനസ്സിലാക്കിക്കൊണ്ട് അതിനെ അതിനെ ഓവർകം ചെയ്യുന്ന തരത്തിലുള്ള സമീപനങ്ങൾ സ്കൂളുകളിൽ നടപ്പാക്കണം, അല്ലെങ്കിൽ സ്കൂളുകൾ അതിന് മുൻകൈ തുടങ്ങണം. അതിന് പ്രധാനപ്പെട്ട കാര്യം ഞാൻ ഉദ്ദേശിക്കുന്നത് വാല്യൂസ് ആണ്. നമ്മുടെ കുട്ടികളിൽ വാല്യൂ CBSE റീസെന്റ് ആയിട്ട് വാല്യൂ കാർഡ് സിസ്റ്റം ആവിഷ്കരിച്ചു. അത് വളരെ എടുത്തു പറയത്തക്ക തന്നെ തരത്തിലുള്ള വ്യക്തമാണ്. ഡോക്ടർ ബിനുമോൻ, സമയക്കുറവ് മൂലം ഇടപെടുകയാണ്. ഒരിക്കൽ കൂടി KR രാധാകൃഷ്ണൻ നായരിലേക്ക്. ശ്രീ KR രാധാകൃഷ്ണൻ നായർ ഇപ്പോൾ സൂചിപ്പിച്ചു, രണ്ട് സ്ഥലങ്ങളും ഇന്ത്യയിലും ഒരുപക്ഷെ പ്രവാസ ലോകത്തും എടുത്തു നോക്കിയാൽ വിദ്യാർത്ഥികളുടെ ജീവിത ചുറ്റുപാടുകൾ വ്യത്യസ്തമാണ്. ഒരുപക്ഷെ ആ രീതിയിലുള്ള പഠനം CBSEയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകേണ്ടിയിരുന്നില്ലേ? ഇത്തരത്തിലുള്ള പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുമ്പോൾ ഇരു രാജ്യങ്ങളിലും അല്ലെങ്കിൽ ഇരു പ്രദേശങ്ങളിലും താമസിക്കുന്ന വിദ്യാർത്ഥികളുടെ ചുറ്റുപാടുകൾ എങ്ങനെയാണ്, അതനുസരിച്ചുള്ള പരിഷ്കരണങ്ങളായിരുന്നില്ലേ ഒരുപക്ഷെ നടത്തേണ്ടിയിരുന്നത്? എന്റെ അഭിപ്രായത്തില് CBSE ഇപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പരിഷ്കാരങ്ങൾ അതിന്റെ തികച്ചും ശൈശവ ദശയിലാണ്. ചെറിയ ചെറിയ അപാകതകൾ വിദ്യാഭ്യാസ രംഗത്ത് നിന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുകയും അവയ്ക്കൊക്കെ കാര്യമാത്ര പ്രസക്തമായ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് CBSE ഇപ്പോൾ. ഉദാഹരണത്തിന് ഫോർമേറ്റീവ് അസസ്മെന്റിന് 4 ഇവാലുവേഷൻ നടത്തി 40 മാർക്സും സമ്മേറ്റീവ് അസസ്മെന്റിന് 60 മാർക്സും കൊടുത്തിരുന്നത് ഒരുപക്ഷെ സമ്മേറ്റീവ് അസസ്മെന്റിന് വളരെ കുറച്ച് മാർക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ കുട്ടി കടന്നുകൂടുമായിരുന്നു, പാസ്സാകുമായിരുന്നു. എന്നാൽ ഇപ്പോൾ സമ്പ്രദായം മാറ്റിയിട്ട് മിനിമം 25% മാർക്കെങ്കിലും സമ്മേറ്റീവ് അസസ്മെന്റിന് കിട്ടിയെങ്കിലേ പാസ്സാകുള്ളൂ എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുവന്നു. അപ്പം കുറച്ചുകൂടെ കുട്ടികളെ പാഠ്യവിഷയങ്ങളിലേക്ക് നിർബന്ധപൂർവ്വം ആകർഷിക്കത്തക്ക രീതിയിൽ തന്നെയുള്ള മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. ഈ പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്ന ഓരോ സമയത്ത് എവിടൊക്കെ എന്തെല്ലാം ന്യൂനതകൾ കണ്ടുവരുന്നുണ്ടോ അതൊക്കെ CBSEയുടെ ശ്രദ്ധയിലേക്ക് പെടുത്തുവാനുള്ള സൗകര്യങ്ങൾ ഇന്നുണ്ട്. അത്തരം നേരിടുന്ന ബുദ്ധിമുട്ടുകളെ CBSE അറിയിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അധ്യാപകർ എന്നുള്ള നിലയ്ക്കും പ്രധാനാധ്യാപകർ എന്നുള്ള നിലയ്ക്കും നമ്മുടെ കർത്തവ്യം റിയൽ ക്ലാസ് റൂം സിറ്റുവേഷനിൽ എന്തൊക്കെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടോ അത് CBSEയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയും അതിനുള്ള പരിഹാര മാർഗങ്ങൾ അവരുടെ ഭാഗത്തുനിന്ന് വ്യക്തമാണ്. KR രാധാകൃഷ്ണൻ ഒരിക്കൽ കൂടി സനൽകുമാറിലേക്ക്. ഡോക്ടർ സനൽകുമാർ, ഇപ്പോഴുള്ള ആശങ്കകൾ തുടക്കത്തിലെ ചെറിയ ആശങ്കകളായി കണ്ടുകൊണ്ട് CBSE പ്രതീക്ഷിക്കുന്നത് പോലെ വലിയൊരു മാറ്റം വിദ്യാഭ്യാസ രംഗത്ത് ഉണ്ടാകും, അതുണ്ടാക്കാൻ കഴിയും എന്ന് പ്രതീക്ഷിക്കുന്നില്ലേ താങ്കളും? തീർച്ചയായിട്ടും അധ്യാപകരുടെ ഒരു കൂട്ടായ്മ, അവരുടെ കൂട്ടായ്മ, ഒരു പരിശ്രമം കൊണ്ട് രക്ഷകർത്താക്കളും എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് തീർച്ചയായിട്ടും ഒരു ഉന്നതമായ ഒരു രീതിയിലേക്ക് ഇതിനെ കൊണ്ടുപോകാൻ തീർച്ചയായിട്ടും സാധിക്കും. CBSE വിഭാവന ചെയ്യുന്നത് അത് തന്നെയാണ്, കുട്ടികളുടെ എല്ലാവിധമായ വികസനം, അതാണ് അത് ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും അധ്യാപകരും റിസോഴ്സ് പേഴ്സൺ, CBSE റിസോഴ്സ് പേഴ്സൺ വരികയും അതുപോലുള്ള വർക്ക്ഷോപ്പുകൾ സംഘടിപ്പിക്കുകയും അതിലൂടെ അധ്യാപകർക്ക് ബോധവൽക്കരണം നടത്തുകയും അവർക്ക് എങ്ങനെയാണ് ഈ പുതിയ സമ്പ്രദായങ്ങളെ എങ്ങനെ കുട്ടികളിലേക്ക് എത്തിക്കാമെന്നതിനെ കുറിച്ചുള്ള കൃത്യമായ അവബോധം ഉണ്ടാക്കുകയും ചെയ്യുമ്പോൾ അത് തീർച്ചയായും കുട്ടികളിലേക്ക് എത്തും. തീർച്ചയായും അത് നമ്മുടെ കടമ കൂടിയാണ്. വ്യക്തമാണ്. ഡോക്ടർ സനൽകുമാർ, വളരെയധികം നന്ദി. ഈ ചർച്ചയിൽ പങ്കെടുത്ത ഡോക്ടർ ബിനുമോൻ, ഡോക്ടർ സനൽകുമാർ, ഡോക്ടർ KR രാധാകൃഷ്ണൻ നായർ, ശ്രീമതി സഫിയ, എല്ലാ അധ്യാപകർക്കും നന്ദി. ആഭ്യന്തര പ്രശ്നങ്ങളാൽ ബുദ്ധിമുട്ടുന്ന ഈജിപ്തിൽ നിന്നുള്ള ആദ്യ ഹജ്ജ് സംഘം മക്കയിലെത്തി. ഈജിപ്ത് എയർ വിമാനത്താവളത്തിലെത്തിയ 276 പേരടങ്ങുന്ന ആദ്യ സംഘത്തെ ഈജിപ്ഷ്യൻ കോൺസുൽ ജനറൽ ആദിൽ അൽഫി, ഈജിപ്ത് എയർ റീജിയണൽ മാനേജർ ജമാർ അൽ ജസർ, ഈജിപ്ഷ്യൻ ഹജ്ജ് കമ്മീഷൻ ഡെപ്യൂട്ടി പ്രസിഡന്റ് ജനറൽ ഐമൻ ഗാദ് തുടങ്ങിയവർ ചേർന്ന് സ്വീകരിച്ചു. ഹജ്ജ് തീർത്ഥാടകർക്ക് നിരവധി ആരോഗ്യ സംവിധാനങ്ങളാണ് പുണ്യനഗരങ്ങളിൽ ഒരുക്കിയിരിക്കുന്നത്. വിവിധ ലോകരാജ്യങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകർക്കിടയിൽ രോഗം പടരുന്നത് തടയാനുള്ള മാർഗങ്ങളെല്ലാം സ്വീകരിച്ചു കഴിഞ്ഞു.
തീർത്ഥാടകർക്കിടയിൽ ശക്തമായ ബോധവൽക്കരണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഹാജിമാരുടെ സേവനത്തിനായി മക്ക കിങ് അബ്ദുൾ അസീസ് ആശുപത്രിയിൽ സ്ത്രീകൾ ഉൾപ്പെടെ 1200 ജോലിക്കാർ ഉണ്ടാകുമെന്ന് ആശുപത്രി മേധാവി ഡോക്ടർ അഹമ്മദ് മുസ മാലിക്കി അറിയിച്ചു. 15 സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകൾ ഉൾപ്പെടെ 27 ക്ലിനിക്കുകൾ